ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കറണ്ട് അഫെയർ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ജയ്സാൽമീറിൽ നിന്നാണ്. ജയ്സാൽമീർ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നാണ് സസ്യബുക്കുകളായ ദിനോസറുകളുടെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ അടുത്തിടെ കണ്ടെത്തിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം: നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഭരണഘടനയിലും ഔദ്യോഗിക രേഖകളിലും കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് നിയമസഭാ പ്രമേയം പാസ്സാക്കിയത് ആര്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഭരണഘടനയിലും അതുപോലെ ഔദ്യോഗിക രേഖകളിലും കേരളം എന്നാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് നിയമസഭാ പ്രമേയം പാസ്സാക്കിയതാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് ചക്കിട്ടപ്പാറയാണ്. ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് ഏതാണ്? ചക്കിട്ടപ്പാറ കോഴിക്കോട്. അടുത്ത ചോദ്യം: യൂണിഫോം സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? യൂണിഫോം സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. യൂണിഫോം സിവിൽ കോഡിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം: രാജ്യത്തെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. രാജ്യത്തെ ആദ്യ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ 5G ക്യാമ്പസ് എവിടെയാണ്? ഫാറൂഖ് കോളേജാണ്. കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ 5G ക്യാമ്പസ്. അടുത്ത ചോദ്യം: 2019-21 കാലഘട്ടത്തിലെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത് ഏതാണ്? കേരളമാണ്. 2019-21 കാലഘട്ടത്തിൽ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തിയത് കേരളം. അടുത്ത ചോദ്യമാണ്: ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതി? ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതി ഏതാണ്? മാറ്റം. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതി ഏതാണ്? മാറ്റം. ഇനി 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം? 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ച രാജ്യം ഏതാണ്? ചൈന. അടുത്ത ചോദ്യം: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ദീർഘദൂര റിവോൾവർ ഏത്? ആൻസർ പ്രബലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ദീർഘദൂര റിവോൾവറാണ് പ്രബൽ. അടുത്ത ചോദ്യം: ബ്രിക്സ് ഉച്ചകോടി 2023 വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് 2023 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത ചോദ്യമാണ്: 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം? 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഡെൻമാർക്ക്.
അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ, അത് AI സ്കൂൾ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ എവിടെയാണ്? ശാന്തിഗിരി വിദ്യാഭവനാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ. അടുത്ത ചോദ്യമാണ്, രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ലേ ആണ്, ലേ. അടുത്ത ചോദ്യം, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി നിയമിതനാകുന്നത് ആര്? ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കൺ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഐക്കണാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമായത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമായത് ഇന്ത്യയാണ്. ഈ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസം ഏതാണ്? 23 ഓഗസ്റ്റ് 2023 ആണ്. 23 ഓഗസ്റ്റ് 2023 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്. അടുത്ത ചോദ്യം, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്നത്. 2ാം സ്ഥാനമാണ് പ്രഗ്യാനന്ദ. അടുത്ത ചോദ്യം, കണ്ണൂർ സർവകലാശാലയിൽ MA ഇംഗ്ലീഷ് സിലബസിൽ ഉൾപ്പെടുത്തിയ KK ശൈലജയുടെ ആത്മകഥ. കണ്ണൂർ സർവകലാശാലയിൽ MA ഇംഗ്ലീഷ് സിലബസിൽ ഉൾപ്പെടുത്തിയ KK ശൈലജയുടെ ആത്മകഥയാണ് ഏത്? മൈ ലൈഫ് ആസ് എ കോംറേഡ് ആണ്. കണ്ണൂർ സർവകലാശാലയിൽ MA ഇംഗ്ലീഷിൽ സിലബസിൽ ഉൾപ്പെടുത്തിയ KK ശൈലജയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ്. ഗ്രീസിൻ്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? HS പ്രണോയ്ക്കാണ്. ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് HS പ്രണോയ്. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്ര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിക്കാൻ മൂൺ സിപ്പർ എന്ന ചാന്ദ്ര ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാനാണ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പഠിക്കാൻ മൂൺ സിപ്പർ എന്ന ചാന്ദ്ര ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം സൗജന്യമാക്കിയ സംസ്ഥാനമേത്? ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം സൗജന്യമാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അടുത്തിടെ ദേശീയ ഗവേണൻസ് പുരസ്കാരം ലഭിച്ച ഡിജിറ്റൽ സർവകലാശാലയുടെ ആപ്ലിക്കേഷൻ ഏതാണ്? ലക്കി ബിൽ എന്ന ആപ്ലിക്കേഷനാണ്. അടുത്തിടെ ദേശീയ ഗവേണൻസ് പുരസ്കാരം ലഭിച്ച ഡിജിറ്റൽ സർവകലാശാലയുടെ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ. 2023 G7 ഉച്ചകോടിയുടെ വേദി. 2023 G7 ഉച്ചകോടി വേദി ഏതാണ്? ഹിരോഷിമയാണ്. 2023 G7 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ഹിരോഷിമയാണ് 2023 G7 ഉച്ചകോടിയുടെ വേദി ഹിരോഷിമ. അപ്പോൾ നമ്മൾ LP-UP എക്സാമിനോടനുബന്ധിച്ചും LDC എക്സാമിനോടനുബന്ധിച്ചിട്ടുമുള്ള കറണ്ട് അഫേഴ്സിൻ്റെ 25 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ LP-UP എക്സാമിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കും. അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക് യു.